ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയാണ്. ഒരു പാമ്പിന്റെയും ഒരു വാളിന്റെയും കഥ. ഇതൊരു പവർഫുൾ സ്റ്റോറി കൂടിയാണ്. നമ്മൾ നമ്മുടെ ദേഷ്യത്തിനോടും നെഗറ്റീവ് ഇമോഷനോടും പ്രതികരിക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഈ കഥയിൽ പറയുന്നത്. മറ്റുള്ളവർക്ക് ദോഷം സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നും ഈ കഥയിൽ കാണാം. കഥ ഇങ്ങനെയാണ്. ഒരു ദിവസം ഒരു പാമ്പ് പഴയ അടച്ചിട്ടിരിക്കുന്ന ഒരു വീട്ടിൽ കയറി. ഇഴഞ്ഞു പോകുന്ന സമയത്ത് അതിന്റെ വാലിന്റെ അറ്റം വാളിന്റെ വശത്തുരഞ്ഞു. ചെറിയൊരു മുറിവേറ്റു. തന്നെ വേദനിപ്പിച്ച ആ വാൾ ഒരു ശത്രുവാണെന്ന് വിചാരിച്ച് ആ പാമ്പ് പെട്ടെന്ന് അതിനെ തിരിച്ചു കടിച്ചു. അപ്പോൾ അതിന് കൂടുതൽ മുറിവേറ്റു. ആ വേദനയിൽ ദേഷ്യം വന്ന പാമ്പ് ഇരയെ കീഴ്പ്പെടുത്തുന്നത് പോലെ ആ വാളിനെ സ്വന്തം ശരീരം കൊണ്ട് വരിഞ്ഞു മുറുക്കി. അങ്ങനെ കൂടുതൽ മുറിവേറ്റ ആ പാമ്പിന് മരണം സംഭവിച്ചു. ഇവിടെ ഈ പാമ്പ് മരണപ്പെടാൻ കാരണം അതിന്റെ സ്വന്തം ദേഷ്യമാണ്. ഒന്നും ആലോചിക്കാതെയുള്ള അതിന്റെ പ്രതികരണമാണ്. ഇവിടെയാണ് ആദ്യം പറഞ്ഞ ആ പവർഫുൾ മെസ്സേജ് വരുന്നത്. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ പ്രതികരിച്ചേക്കാം. മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ചെന്ന് തോന്നിയതുകൊണ്ടും അവരും അതേപോലെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിഷമിക്കണം എന്ന് നമ്മുടെ മനസ്സിന് തോന്നുന്നതാവാം തിരിച്ചു പ്രതികരിക്കാനും ദേഷ്യപ്പെടാനുമുള്ള കാരണം. നമ്മളെ വിഷമിപ്പിച്ചവർക്ക്, നമുക്ക് ദേഷ്യം വരാൻ കാരണമായവർക്ക് തിരിച്ചും വിഷമമാവാൻ വേണ്ടിയായിരിക്കും നമ്മുടെ ആ പ്രതികരണം. പക്ഷെ സത്യം അതൊന്നുമല്ല. നമ്മുടെ ആ പ്രവൃത്തി കൊണ്ട് നമ്മൾ സ്വയം നമ്മെ തന്നെയാണ് വേദനിപ്പിക്കുന്നത്. എത്രമാത്രം നെഗറ്റീവ് എനർജിയും നെഗറ്റീവ് ഇമോഷനും നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നോ അത്രമാത്രം ജീവിതത്തിൽ നമ്മൾ ബുദ്ധിമുട്ടും. മറ്റുള്ളവർക്ക് ദോഷം വരണം അല്ലെങ്കിൽ മറ്റൊരാളെ വിഷമിപ്പിക്കണം എന്നൊക്കെയുള്ള നെഗറ്റീവ് ചിന്തകൾ മനസ്സിലുണ്ടെങ്കിൽ ഓർക്കുക, അത് നമ്മുടെ നാശത്തിന് തന്നെയാണ്. നമ്മളോട് ഒരാൾ ദേഷ്യപ്പെട്ടാൽ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചാൽ നമ്മൾ അയാളുടെ ഭാഗത്തു നിന്ന് കൂടി ആലോചിക്കണം. അവരോട് നമ്മൾ കുറച്ച് ദയ കാണിക്കണം. ചിലപ്പോൾ അവർക്ക് അന്നൊരു ചീത്ത ദിവസമായിരിക്കാം, അതുകൊണ്ടാവാം അവർ അങ്ങനെ പെരുമാറിയത്. അല്ലെങ്കിൽ അവരുടെ ജീവിതം മുഴുവൻ ചീത്ത ദിവസങ്ങളായിരിക്കാം. നമുക്കൊന്നും പറയാൻ പറ്റില്ല. മറ്റുള്ളവരുടെ ജീവിതം നമുക്കറിയില്ല. അതുകൊണ്ട് തിരിച്ച് ദേഷ്യപ്പെടും മുൻപ് നമ്മൾ ആലോചിക്കണം. നമ്മൾ ജീവിതത്തെ ഒരു വേറിട്ട കാഴ്ചപ്പാടോടുകൂടി നോക്കിക്കാണുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ എളുപ്പമായിരിക്കും. എല്ലാ നെഗറ്റീവിനും നമ്മൾ കയറി പ്രതികരിക്കാൻ നിന്നാൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ സമയമാണ്. ഇനി എന്ത് ചെയ്താലും കുറ്റം പറയുന്നവരും മനഃപൂർവ്വം വിഷമിപ്പിക്കാൻ ശ്രമിക്കുന്നവരും ഉണ്ടാവാം. അതിനെ ആ വഴിക്ക് വിടുക. കാരണം അത് അവരുടെ ജോലിയാണ്. അവർ അത് ചെയ്യട്ടെ. നിങ്ങൾ മുന്നോട്ട് പോവുക. ദേഷ്യം എന്ന വികാരം നമുക്ക് മേൽ ആധിപത്യം നേടുന്നതിന് മുൻപ് നമ്മൾ അതിനെ തിരിച്ചറിയുക, മനസ്സിലാക്കുക. ഈ കഥയിലെ പാമ്പിനെ പോലെ റിയാക്ട് ചെയ്യരുത്. പകരം അവരോട് ദയ കാണിക്കുക. പാമ്പ് ആ വാളിനെ വരിഞ്ഞു മുറുക്കിയതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ഇമോഷനും വെറുപ്പും വിദ്വേഷവും ഒക്കെ വരിഞ്ഞു മുറുക്കിയാൽ അത് നമുക്ക് തന്നെ നാശം സംഭവിപ്പിക്കും. നിങ്ങൾ മുന്നോട്ട് നടക്കുക. ഇനി എന്താണ് ചെയ്യാനുള്ളത് അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക. നമ്മളെ അധിക്ഷേപിക്കുന്നവർക്ക് ഒരു ലക്ഷ്യമുണ്ട്, നമ്മെ തളർത്തുക. നമ്മുടെ മുന്നോട്ടുള്ള കുതിപ്പിൽ അസൂയ തോന്നിയവരാണ് അവരൊക്കെ എന്ന് ഓർക്കുക. അവരുടെ ലക്ഷ്യം നമ്മുടെ മുന്നോട്ടുള്ള കുതിപ്പ് പിടിച്ചു കെട്ടുക എന്നാണ്. അതിനനുവദിക്കരുത്. നിങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ അവർ പിന്നിലായി പൊക്കോളും. അതുകൊണ്ട് മുന്നോട്ട് നടക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് നടക്കുക.